ഹായ് വെൽക്കം ടു ഐ തിങ്ക് കെമിസ്ട്രി. അപ്പം ഇന്ന് നമ്മളിവിടെ ജോയിൻ നമ്മൾ IIT ജാമിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ടറി സെഷനാണ്. ഒരു അവയർനെസ് സെഷനാണ്. IIT ജാം എക്സാം എന്താണ്, അതിന് ഏത് രീതിയിലാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്ന സഫാനയാണ്. സഫാന IIT ഇൻഡോറിലാണ് ഇപ്പോൾ ഉള്ളത്. IIT ഇൻഡോറിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ IIT ജാം എക്സാമിന് റാങ്ക് ഹോൾഡറാണ് സഫാന. അപ്പം സഫാന നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്താണ്, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ സംസാരിക്കാം. സഫാന നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഐ തിങ്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2022 സ്റ്റാർട്ട് ചെയ്ത ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കെമിസ്ട്രീൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കെമിസ്ട്രിക്ക് നമുക്ക് +2 മുതലുള്ള സ്റ്റുഡൻസിന് PhD ചെയ്യുന്ന വരെയുള്ള ആൾക്കാർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന IIT ജാം, CSIR നെറ്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, കേരള PSCന്റെ എക്സാംസ്, ഇതിനെല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കോഴ്സുകൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ IIT, ഐസ്, IISc എന്നുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുക. നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും, നിങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിലും, നിങ്ങളായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു സ്റ്റേജ് ഓഫ് എക്സാംസിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലൂടെ കടന്നുപോയി അതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ജസ്റ്റ് IIT ജാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് IIT ജാം എക്സാം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, IIT ജാം എന്തിനു വേണ്ടിയാണ് എഴുതേണ്ടത്, ആർക്കൊക്കെ എഴുതാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാമോ? അപ്പോൾ IIT ജാം എന്ന് പറയുന്നത് എല്ലാ ഇയറിലും ഫെബ്രുവരി മന്തിലെ രണ്ടാമത്തെ വീക്കിൽ നടക്കുന്ന ഒരു എക്സാം ആണ് IIT ജാം എന്ന് പറയുന്നത്. നമ്മളുടെ സെം എക്സാം, അതായത് 6th സെമ്മിലുള്ള എക്സാമുകൾ നടക്കുന്നതിന് മുന്നേ നടക്കും ജാം എന്തായാലും. ഈ ജാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT, IISc, ഐസേഴ്സ്, പിന്നെ NIT-കൾ, ഇവിടെയൊക്കെ ടെക്നോളജി മാത്രമല്ല, എഞ്ചിനീയറിംഗ് മാത്രമല്ല, അവിടെയൊക്കെ മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സയൻസ് സബ്ജക്ട്സിൽ. ഇപ്പം കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റുകളിലേക്ക് സ്റ്റുഡൻസിന് MSc അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാം ആണ് ജാം. അത് എല്ലാ ഇയറിലും ഫെബ്രുവരി മന്തിലാണ് നടക്കുക. അപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം IIT-കൾക്കാണെങ്കിലും NIT-കൾക്കാണെങ്കിലും ഒന്നിച്ച് അപ്ലൈ ചെയ്യണം. നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് നമ്മളുടെ അലോട്ട്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുക റിസൾട്ട് വന്നതിന് ശേഷം. IISc ആണെങ്കിൽ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കും, എന്നിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. പിന്നെ ഈ മാസ്റ്റേഴ്സ് മാത്രമല്ല, ഇപ്പം JNCSR, IISc എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ഐസറിൽ ഒക്കെ നമുക്ക് IPHD, അതായത് ഇന്റഗ്രേറ്റഡ് PhDയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു 7-year കോഴ്സ് ആയിരിക്കും അത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് MSc-യും PhD-യും കൂടെ ഒന്നിച്ച് ചെയ്തിറങ്ങാന്നുള്ള രീതിക്കുള്ളതാണ് ഈ IPHD എന്ന് പറയുന്ന കോഴ്സുകൾ. ഇനി അതല്ല, നിങ്ങൾക്ക് 2 കൊല്ലം കൊണ്ടുള്ള MSc മാത്രം മതിയെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് IIT-കളിലും NIT-കളിലും ഐസേഴ്സിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള, അതായത് നമ്മളുടെ നോർമൽ ഡിഗ്രി ഉണ്ടല്ലോ, BSc കെമിസ്ട്രി കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും എന്ത് എഴുതാം, IIT ജാം എഴുതാം. പിന്നെ അതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 50% മാർക്കോട് കൂടി, അല്ലെങ്കിൽ 60% മാർക്കോട് കൂടി നമ്മൾ പാസ് ആവണം. ആ ഇയറിൽ നമുക്ക് പാസ് ഔട്ട് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താക്കാൻ കഴിയുക, എക്സാം എഴുതാൻ കഴിയുക. സഫാന, നമുക്ക് ഇതില് കോമ്പറ്റീഷൻ എത്ര സ്റ്റുഡൻസ് ആയിരിക്കും എക്സാം അപ്ലൈ ചെയ്യുന്നത്, എത്ര നമുക്ക് സെലക്ഷൻ ഉണ്ട്, കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് ആപ്ലിക്കേഷന്റെ റേറ്റ്, അതിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കൊടുക്കാവോ? അതായത് ജനറലി IIT ജാമിന് കോമ്പറ്റീഷൻസ്, അതായത് കഴിഞ്ഞ ഒരു 2 വർഷം മുന്നേ വരെ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാ IIT-കളിലും ഐസറുകളിലും NIT-കളിലും ഒക്കെ മലയാളികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാല് കമ്പയർഡ് ടു JEE ആൻഡ് NEET നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് വ്യൂ ആണ് IIT ജാം എന്ന് പറയുന്നത്. IIT-കളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു JEE-ക്കും NEET-നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 8th മുതലൊക്കെ കോച്ചിങ്ങിന് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ അതേ ഫെസിലിറ്റീസും അതേ അറ്റ്മോസ്ഫിയറും നമുക്ക് ഇവിടെ കിട്ടും, ഈ മാസ്റ്റേഴ്സിന് വരുന്ന ആൾക്കാർക്കും കിട്ടും.
എന്നാൽ അത്ര ടഫ് അല്ലാത്ത, എന്നാൽ കമ്പാരിറ്റീവ്ലി നമ്മളൊരു BSc ലെവലിൽ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്ന ഒരു എക്സാം ആണ് IIT ഇനി JAM എന്ന് പറയുന്നത്. ജസ്റ്റ് സഫാനയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സഫാനന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? സഫാന ഇപ്പൊ IIT ഇൻഡോറിലാണോ ഉള്ളത്? ഡിഗ്രി എവിടെയാണ് പഠിച്ചത്? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? എത്ര സമയത്തെ സ്റ്റഡീസ് ഉണ്ടായിരുന്നു? അതിന്റെ മാർക്കും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് സ്റ്റുഡൻസിന് ഒരു ഓവർവ്യൂ കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ പേര് സഫ്വാന. ഞാൻ കാലിക്കറ്റ് ആണ് സ്ഥലം. പഠിച്ചതും അവിടെ കാലിക്കറ്റിലെ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന കോളേജിലാണ്. അപ്പം ഞാൻ എൻ്റെ BSc ടൈമിൽ മെയിനായിട്ട് സെക്കൻഡ് ഇയർ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉള്ള ഒരാളായിരുന്നു IIT എത്തണം എന്നുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ മെയിൻ പ്രിപ്പറേഷൻസ് നടന്നിട്ടുള്ളത് തേർഡ് ഇയറിലാണ്. തേർഡ് ഇയറിലെ ഒരു സീരിയസ് പ്രിപ്പറേഷൻസ് നടന്നത് ലാസ്റ്റ് കുറച്ച് മന്തുകളിലാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കണ്ടു തീർത്ത് അതിനുള്ള നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കുറെ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് ലാസ്റ്റിലേക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിച്ച സമയത്തും യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഞാൻ പഠിക്കാനിരുന്നപ്പോൾ എനിക്ക് മുന്നേ ഞാൻ കണ്ട ക്ലാസ്സുകളുടെയും നോട്ട്സും എക്സാമുകളും ഒക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെന്താണ് സർ പ്രിപ്പറേഷനെ പറ്റി പറയാനുള്ളത്? സ്കോർ, സ്കോർ റാങ്ക് ജസ്റ്റ് ഒക്കെ ആണോ? റാങ്ക് ഒക്കെ ഒന്ന് പറയാമോ? ഞാനിപ്പോ ഉള്ളത് IIT ഇൻഡോറിലാണ്. അത് മധ്യപ്രദേശിലെ IIT ആണ്, IIT ഇൻഡോർ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ റാങ്ക് 660 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 660 ആയിരുന്നു എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി സഫാന ജസ്റ്റ് നിങ്ങളുമായിട്ട് IITയിലെ ഒരു എങ്ങനെയാണ് സഫാനന്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് സഫാന ഷെയർ ചെയ്യും. ഏതൊക്കെ രീതിയിലാണ് അവിടെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ IIT ഇൻഡോറിന്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഒന്ന് സഫാന ഷെയർ ചെയ്യാമോ? IIT ഇൻഡോർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പം ഈ എന്താ റിസർച്ചിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു സ്ഥലമാണ് IIT ഇൻഡോർ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ടെക്നോളജിനേക്കാളും കൂടുതൽ ഇവിടെ റിസർച്ചിന് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് MSc എന്ന് പറയുന്ന ഒരു ഇത് മാസ്റ്റേഴ്സ് ഇപ്പൊ നാട്ടിലുണ്ട്, ഇവിടെയുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എവിടെ നിന്നായാലും മാസ്റ്റേഴ്സ് ചെയ്യാം. മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടാവും, കമ്പയർഡ് ടു BSc നമുക്ക് +2 ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ BScയിൽ നല്ല മാർക്ക് കിട്ടും യൂണിവേഴ്സിറ്റി എക്സാമുകളിൽ. പക്ഷെ MSc ആവുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് മാറണം. അപ്പം നാട്ടിലായാലും പഠിക്കണം, ഇവിടെ ആയാലും പഠിക്കണം. അപ്പം കുറച്ചുകൂടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. IIT ഇൻഡോറിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ലാബുകളിലൊക്കെ. അതായത് ഞാനിപ്പം MSc ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ എനിക്ക് ലാബുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ 3 മന്ത്സും ഫസ്റ്റ് 3 മന്ത്സ് ഞാൻ ഓർഗാനിക് ലാബിലായിരുന്നു. അതായത് ഞാനൊരു PhD സ്കോളറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പേപ്പർ പ്രസന്റേഷൻ ആയിട്ടാണ് എക്സാം ഒക്കെ ഉണ്ടാവുക. ഇവിടെ മാത്രമാണ് IIT ഇൻഡോറിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ ലാബുകൾ എന്ന് പറയുന്നത് നമ്മൾ PhD-കാരുടെ കൂടെ ഒരു 3 മന്ത്സ് പ്രൊജക്ട് പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്റേൺഷിപ്പ് പോലെ ചെയ്യുന്നതാണ് നമ്മളുടെ ലാബുകൾ വരിക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓർഗാനിക് എങ്ങനെയാണ്, ഇൻഓർഗാനിക് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ എന്ന് പറയുന്നതിലൊക്കെ എന്താണ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ PhD-ക്ക് പോകണോ വേണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താ ഫുൾ ടൈം വൈഫൈ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. നല്ല ക്ലാസ് റൂമുകളൊക്കെ മീൻസ് AC ക്ലാസ് റൂമുകളാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറിലും കാര്യങ്ങളിലും ഇവിടെ ഇപ്പം ജിം അവൈലബിൾ ആണ്, സ്വിമ്മിംഗ് പൂള്, ജിം, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കമ്പയർഡ് ടു അതേഴ്സ് എന്താണ് കൂടുതലായിട്ട് വരും. നമ്മളൊരു ഫീ പേ ചെയ്യുന്നുണ്ട്. ആ പേ ചെയ്യുന്ന ഫീക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല്. പക്ഷെ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഭയങ്കര ഹൈപ്പിൽ നിങ്ങളിപ്പം ഒരു ഓൾഡ് ജനറേഷൻ IIT-യിൽ പോയിട്ട് ചിലപ്പോൾ ഇതൊന്നും കാണുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നിൽക്കുന്ന IIT ഇൻഡോറിന് ഈ സ്പെഷ്യാലിറ്റീസ് ഒക്കെയാണ് ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഞാൻ ഓഡിയബിൾ അല്ലേ? കേൾക്കുന്നില്ലേ സഫാന? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ IIT ഇൻഡോറിനെ കുറിച്ച് നമുക്കൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടി. റിസർച്ചിനാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. മീൻസ് എക്സാം ആയിട്ടല്ല നടത്തുന്ന ലാബിൽ നമ്മളൊരു ഇന്റേൺ ആയിട്ട് നിന്നിട്ട് 3 വർഷത്തെ കഴിഞ്ഞ പേപ്പർ പ്രസന്റേഷൻ ആണ്. അത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയല്ല ആക്ച്വലി. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഒരു എന്തുകൊണ്ട് ഒരു സ്റ്റുഡന്റ് ഇപ്പൊ നമ്മള് ഈ സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തേക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ BSc സ്റ്റുഡൻസ് ആണ്. അപ്പം ഇവര് നെക്സ്റ്റ് MSc ചെയ്യാൻ താല്പര്യമുള്ളവരുമായിരിക്കും.
അപ്പോൾ ഈ MSc എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരോട് നിങ്ങൾ ഒരു IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്ത് നിങ്ങൾ MSc അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. IIC, ISA, IISc തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് സ്റ്റുഡൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ നിന്ന് ഒരു MSc അല്ലെങ്കിൽ ഒരു നമ്മൾ അതിന്റെ ഒരു പാർട്ടായി മാറണം, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് സഫാന ജസ്റ്റ് ഒന്ന് പറയാമോ? അതായത് എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളെ നാട്ടിലുള്ള ഇപ്പൊ കേരളത്തിലെ കോളേജുകൾ പറയുകയാണെങ്കിൽ നോർമലി നമ്മളിപ്പോ BSc പഠിക്കുന്നത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരിക്കും. അപ്പൊ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസും ഡെയിലി പ്രോഗ്രാമുകൾ ഉണ്ടാവുന്ന ഫംഗ്ഷനുകൾ ഉണ്ടാവുന്ന നമ്മൾ എപ്പോഴും ഒരു എൻഗേജ്ഡ് ആയിട്ട് കൂടുതൽ ക്ലാസ്സുകളിലുള്ളതിനേക്കാളും കൂടുതൽ പുറത്തേക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു ഇതായിരിക്കും. പക്ഷേ ഈ MSc കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കെമിസ്ട്രി ഇഷ്ടപ്പെട്ട് MSc എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോടാണ് പറയാനുള്ളത്. കാരണം ചില ആൾക്കാരുണ്ടാവും എനിക്ക് സോഷ്യൽ സർവീസ് ഒക്കെയാണ് ഇഷ്ടം, എന്നാലും ഞാൻ MSc എടുക്കാന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഈ സയൻസ് ഇഷ്ടപ്പെട്ട് റിസർച്ച് ഒക്കെ ഇഷ്ടപ്പെട്ട് നമുക്കൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ MSc പഠിക്കണം എന്നുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സ് ഫാക്കൽറ്റീസിനെ കിട്ടും. കാരണം എനിക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ PhD ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. IIT ബോംബെയിൽ MSc ചെയ്ത ഒരു സാർ ഉണ്ട്. അങ്ങനെ ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ് എനിക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ. കുറെ റിസർച്ച് നടത്തുന്ന അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ഇവിടെ എനിക്ക് ക്ലാസ് എടുക്കുന്നത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് മാറും. മറ്റേത് എനിക്ക് തോന്നിയൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, നാട്ടിൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഗൈഡുകൾ മഞ്ജുഷ അങ്ങനെ കുറെ പബ്ലിക്കേഷൻസിന്റെ ഗൈഡുകൾ ഉണ്ട്. ആ ഗൈഡുകൾ വായിക്കുന്നു, എക്സാമിന് പോയി എക്സാം എഴുതുന്നു എന്നുള്ളതിൽ കൂടുതൽ നമുക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കും. എന്താണ് കെമിസ്ട്രി എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നായാലും MSc കഴിയണം. ഇപ്പൊ നാട്ടിലായാലും MSc കഴിയണം, ഇവിടെയാണെങ്കിലും MSc കഴിയണം. അപ്പൊ നിങ്ങൾ ഇറങ്ങുമ്പോൾ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു IIT ടാഗ്, IITN അല്ലെങ്കിൽ ഐസറൈറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ടാഗ് വരും. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത് എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടും. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭാവിയിൽ PhDക്ക് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്ററുകളും അല്ലെങ്കിൽ കുറെ സയന്റിസ്റ്റുകളെയും PhD സ്റ്റുഡൻസിനെയും ഒക്കെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന പല ലാബുകളും ഉണ്ട്. അവിടെയുള്ള PhDക്കാരൊക്കെ എനിക്കിപ്പോൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഫീൽഡിൽ റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പോയി ഡൗട്ട് ഒക്കെ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമായിരിക്കും. ഇനി അതല്ല, ഇവിടെ വന്നിട്ട് കുറച്ച് ഉഴപ്പിയൊക്കെ നടക്കാം, നമുക്ക് അങ്ങനെ ഒന്നും പഠിക്കണ്ട, അതായത് ഞാനൊന്ന് ജാമിന് പ്രിപ്പയർ ചെയ്ത് ജാം നേടിയെടുത്താൽ മതി, ബാക്കിയൊന്നും പിന്നെ നോക്കണ്ട എന്നാണെങ്കിൽ ലേശം കഷ്ടപ്പാടാണ്. നമ്മൾ പഠിക്കണം എന്തായാലും. അതിന് നമുക്ക് എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ അടുത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും പോകാനും പുതിയ പുതിയ കൾച്ചർ ഇതാക്കാനും ഒക്കെ മനസ്സിലാവും. പക്ഷെ അതിനനുസരിച്ച് ഞാനിവിടെ എന്റെ അക്കാഡമിക്സിലും കൂടെ ഷൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഓർമ്മ വേണം. നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ കേരളം അല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിനെ കൊണ്ടൊക്കെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ പറയാനുള്ളത് ഫീ ഉണ്ട്. അപ്പോ ആ ഫീ നമ്മൾ പേ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് മെയിൻലി റിസർച്ച്, ടീച്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ സയൻസിനെ കുറച്ചുകൂടി കൂടുതൽ അറിയാം. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ലാബ് ഫെസിലിറ്റീസിനെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ലാബ് ഫെസിലിറ്റീസ് ആണോ നമുക്ക് ലഭിക്കുന്നത്? മീൻസ് കേരളത്തിൽ ഇപ്പോൾ നമ്മളൊരു MSc ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ലാബ് ഫെസിലിറ്റീസും നമ്മൾ IITകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ നമുക്ക് കിട്ടുന്ന ലാബ് ഫെസിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസം, മീൻസ് ഇവ രണ്ടിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ സഫാന? അതായത് ഞാന് BSc ഡിഗ്രി ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്ന എക്സ്പെരിമെന്റുകൾ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ലാബ് എന്ന് പറയുന്നത് ആ കോളേജ് ഉള്ള സമയത്ത് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് അപ്പം മുതലുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാബുകൾ എന്ന് പറയുന്നത് PhD ലാബുകളാണ്. അപ്പൊ ഓർക്ക് റിസർച്ച് PhD ചെയ്യുന്ന പോസ്റ്റ് ഡോക്ക് ചെയ്യുന്ന PhD ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പൊ ഞാൻ കണ്ടൊരു കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
ഞാൻ BSc പഠിക്കുന്ന കോളേജിൽ ഇപ്പം അതൊരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ നമ്മൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയ ആൾക്ക് ഓർഗാനിക് ചെയ്യുമ്പോൾ അതിന്റെ കോമ്പൗണ്ടിന്റെ സാമ്പിൾ NMR-ന് അയക്കണമെങ്കിൽ പുറത്തേക്ക് അയക്കണം. എന്നിട്ട് അത് പുറത്തേക്ക് അയച്ച് 1-2 ആഴ്ച കഴിഞ്ഞ് അത് തിരിച്ചു വന്ന് എന്നിട്ടാണ് അവർക്ക് അനലൈസ് ചെയ്യാൻ കഴിയുക ഈ ഉണ്ടാക്കിയ സാധനം ആണോ അല്ലയോ എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ കോമ്പൗണ്ടുകൾ എനിക്ക് ഒരു ദിവസം വൈകുന്നേരം ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ അതിനായിട്ടുള്ള ഒരു ലാബ് ഫെസിലിറ്റി ഉണ്ട് NMR-ന്റെ. അവിടെ ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് എനിക്ക് റിസൾട്ട് കിട്ടും ഇതെന്താണ് എന്നുള്ള സാധനം. നമ്മൾ ആ ഒരു ഡ്യൂറേഷനും അതിനനുസരിച്ചുള്ള ഇപ്പം ഒരു NMR സാമ്പിൾ പുറത്തേക്ക് അയക്കണമെങ്കിൽ അവിടെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ലാബ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നോർമൽ PhD-ക്കാർക്ക് കിട്ടുന്നത് എന്താണോ അത് ഇവിടെ എനിക്ക് IIT ഇൻഡോറിൽ കിട്ടുന്നുണ്ട്. ബാക്കി IIT-കളെ കുറിച്ച് എനിക്ക് അറിയില്ല. പൊതുവെ എല്ലാ IIT-കളിലും നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് അറിയില്ല ഓരോ സ്ഥലങ്ങളിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെങ്കിൽ JNCSR-ലും ഐസറുകളും അത് പ്യുവർ ആയിട്ടുള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ JNC എന്ന് പറയുന്നത് ഒരുപാട് എമേർജിങ് സയന്റിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം JNCSR-ൽ ഒരു IPHD സ്റ്റുഡൻസിന് അവിടെ കിട്ടുക എന്ന് പറയുന്നത് പുറത്ത് എവിടെ ഇന്ത്യയിൽ എവിടെയും കിട്ടാവുന്നതിലും ബെസ്റ്റ് എക്സ്പോഷർ ആയിരിക്കും. ഓക്കെ, എക്സാമിന്റെ പാറ്റേൺ എന്താണ്? ഒരു സാധാരണ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത്? അതായത് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇത് 3 പാർട്ട് ആയിട്ടാണ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഒന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ ഉണ്ടാവുക MCQ ടൈപ്പ് ആണ്, അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MSQ ആണ്, അതായത് മൾട്ടിപ്പിൾ സെലക്ഷൻ. നമുക്ക് 4 ഓപ്ഷൻസ് തന്നെ തരും. പക്ഷെങ്കിൽ അതിൽ ചിലപ്പം ഒന്നിൽ കൂടുതൽ ആൻസേഴ്സ് ഉണ്ടാവും, 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം. അപ്പൊ എത്ര എണ്ണം നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു അതിനാണ് നമുക്ക് മാർക്ക് കിട്ടുക. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത് ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒന്നാമത്തെ പാർട്ടിന് മാത്രമേ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള കോളാണ് തരിക. ആ കോളത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ അവിടെയും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പം ഈ എക്സാമിന്റെ മെജോറിറ്റി പാർട്ടിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഫസ്റ്റ് പാർട്ടിലെ MCQ മാത്രമേ എന്തുള്ളൂ നെഗറ്റീവ് ഉള്ളൂ. അപ്പം നോർമലി ഉള്ള ഒരു സ്റ്റുഡന്റിന് പഠിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചാല് നിങ്ങളിപ്പോ സെക്കൻഡ് ഇയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 1 ഇയർ കൊണ്ടൊക്കെ എന്തായാലും പഠിച്ചാൽ കിട്ടാവേണ്ട ഒന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ടോപ്പ് ഓൾഡ് ജനറേഷൻ IITs ഇല്ലെങ്കിലും നിങ്ങളുടെ റാങ്കിനനുസരിച്ച് ഒരു 30 ഇൻസ്റ്റിറ്റ്യൂട്ടോളം ഈ ജാമിന്റെ ബേസിൽ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ഇങ്ങനെ NIT-കള്, ഐസേഴ്സ്, നൈസർ, പിന്നെ പിന്നെ അതിന് IISc, IIT ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അറിയാത്തതും അറിയുന്നതായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, JNCSR, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ ആ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എന്തുണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തീരെ കിട്ടില്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. പൊതുവെ ഞാൻ വേറൊരു കാര്യമുള്ളത്, ഈ 100 മാർക്കിൽ പൊതുവെ കട്ട് ഓഫ് മാർക്ക് വരാറുള്ളത് ഒരു 20 മാർക്കൊക്കെയാണ്. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കുക. 100 മാർക്ക് നമുക്ക് ടോട്ടൽ വേണമെങ്കിൽ അതിൽ 20 മാർക്കാണ് എന്ത് വേണ്ടത്, നമുക്ക് കട്ട് ഓഫ് ആയിട്ട് വേണ്ടത്, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു 30 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് IIT-യോ NIT-കളൊക്കെ എന്തായാലും കിട്ടും. കഴിഞ്ഞ വർഷം ഒരു 1800 വരെയുള്ള ആൾക്കാർക്കൊക്കെ NIT-കൾ കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് NIT റായ്പൂർ പഠിക്കുന്നുണ്ട്. അയാൾക്ക് ഒരു 1800 ആയിരുന്നു റാങ്ക്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ശ്രമിച്ചാൽ കിട്ടാണ്ടൊന്നും നിൽക്കൂല. പക്ഷെങ്കിൽ ഡെയിലി ഒരു പ്ലാൻ ഒക്കെ വെച്ച് ഇത്ര ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും എന്നുള്ള പോലെയൊക്കെ നിൽക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ജാം എന്ന് പറയുന്നത് എന്തായാലും എൻഡ് പോയിന്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇനിയും വേറെ കുറെ എക്സാമുകളൊക്കെ പറ്റും. അപ്പം ഇതിനൊരിക്കലും ഒരു ഭയങ്കര എന്താ പറയാ ഇത് കിട്ടിയിട്ടില്ലേ മരിച്ചില്ലേ അങ്ങനത്തെ ഒരു സെൻസിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു കൂൾ ആയിട്ട് നിങ്ങളുടെ കോളേജൊക്കെ എൻജോയ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ IIT-കളുടെ ബെനിഫിറ്റ്സിന്റെ കൂടെ തന്നെ അതിന്റെ നെഗറ്റീവ്സും കൂടെ നോക്കുക. നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണോ എന്ന് നോക്കുക. അങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്തിട്ട് IIT-ക്ക് വേണ്ടി മനസ്സ് ഇരുത്തി പഠിച്ചാൽ നിർബന്ധമായിട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് ആരായാലും, അത് പഠിക്കാത്ത ആള് പഠിക്കുന്ന ആളെന്നൊന്നുമില്ല. നമ്മൾ തേർഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്ത് ബേസിക് മുതൽ പഠിച്ചുണ്ടാക്കാനുള്ള ടൈം ഉണ്ട്. അപ്പം അവിടെ എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ,
ഓക്കെ. അപ്പം ഇനി ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും IIT-കളെ കുറിച്ചോ ഇപ്പൊ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ചോദിക്കാം. എനിക്ക് ഒന്ന് ഇതിലെ രണ്ട് ഫീസ് ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാ? ആ സഫാൻ ഫീസിനെ കുറിച്ച്. IIT-യിലെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറയാം. അതായത് ഞങ്ങൾക്ക് ഒരു സെമ്മിന് ഇപ്പം ഇവിടെ മെസ്സും ട്യൂഷൻ ഫീയും ഹോസ്റ്റൽ ഫീയും കൂടെ കൂടിയിട്ട് 50,000 ആണ് വരുന്നത് ഒരു സെമ്മിന്. അപ്പം ഒരു 4 സെമ്മാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അപ്പൊ അറൌണ്ട് ഒരു 2 ലാഖിന്റെ അടുത്ത് ഫീ വരും 2 വർഷം കഴിയുമ്പോഴേക്ക്. അത് മെസ്സും ഇതൊക്കെ നമ്മൾ ഓൾറെഡി അടയ്ക്കണം. നമ്മൾ ഒരു സെം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അടയ്ക്കണം മെസ് ഫീയും ഹോസ്റ്റൽ ഫീയും ഒക്കെ. അതുകൊണ്ടാണ് ഒന്നിച്ച് വരുന്ന ഫീ ആണ് 50,000 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ഫീയും അടയ്ക്കണ്ട. അപ്പൊ പിന്നെ ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്, HC എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് സെന്റർ ഉണ്ട്. പിന്നെ നമ്മളുടെ സ്പോർട്സിന്റെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലാബ്, സ്പോർട്സ്, ലൈബ്രറി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടെ കൂടിയിട്ട് ഒരു സെമ്മിന് എനിക്ക് വരുന്നത് 50,000 ആണ്. അത് ഓരോ IIT-കൾക്ക് അനുസരിച്ച് മാറ്റം വരും. ഒരു വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു 2,000, 3,000, 4,000 റേഞ്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം ഫെസിലിറ്റീസിനനുസരിച്ച്. നമുക്കിപ്പം സഫാൻ ഇപ്പം ഏകദേശം ഒരു വർഷം ആവാനായല്ലോ. അപ്പം IIT ഇപ്പൊ നമുക്ക് IIT-യിൽ നമ്മൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിയർ ട്രാജക്ടറി എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് മുമ്പിലേക്ക് ഉണ്ടാവുക? മീൻസ് നമ്മളിപ്പോ ഈ PhD കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് മുമ്പിലേക്ക് ഉണ്ടാവുക? PG കഴിഞ്ഞു അതായത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നാട്ടിലെ ഒരു നോർമൽ PG കഴിയുന്ന ആൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതെല്ലാം എന്തായാലും ഉണ്ടാവും. അതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഒരു MSc സ്റ്റുഡന്റിന് നോർമൽ MSc നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തിനൊക്കെ പോകാൻ കഴിയുമോ അതിനൊക്കെ പോവാം. അതായത് ഇപ്പൊ BEd-ന് പോകുന്ന ആൾക്കാരുണ്ടാവും, SSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തിനൊക്കെ പോകണം അതിനൊക്കെ പോകാൻ കഴിയും. ഇനി അതിന്റെ കൂടെ അല്ലാണ്ട് ബെനിഫിറ്റ്സ് ആയിട്ട് ഇവിടെ നിന്ന് പറയാറുള്ളത്, ഇവിടെ IIT-കളിൽ എഞ്ചിനീയറിംഗിന് പ്ലേസ്മെന്റ്സ് വരുന്നതിന്റെ കൂട്ടത്തില് ഈ MSc-കൾക്കും കൂടെ പ്ലേസ്മെന്റ്സ് വരുന്നുണ്ട്. പക്ഷേ കമ്പയർഡ് ടു എഞ്ചിനീയറിംഗ് ഫീസ് സ്ട്രക്ചർ, സാലറി സ്ട്രക്ചറിന്റെ ഇത് അത്ര വരത്തില്ല. ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങളെ സൂപ്പർ സീനിയേഴ്സിന് വന്നിട്ടുണ്ടായിരുന്ന സാലറി പാക്കേജുകൾ അബൌട്ട് 10 ലാക്ക് 6 ലാക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മെജോറിറ്റി സ്റ്റുഡൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പൊ അവർക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ PhD-ക്ക് അത്യാവശ്യം ഞങ്ങളെ ഇപ്പം സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ പകുതിയിലധികം ആൾക്കാർ ഇപ്പൊ സിംഗപ്പൂർ ആയാലും ജർമ്മനി ആയാലും USA ആയാലും ഒക്കെ PhD-ക്ക് വേണ്ടിയിട്ട് ഒരു പോയിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ നിന്ന് MSc കഴിയുന്ന ഒരാൾക്ക് പുറത്ത് PhD-ക്ക് കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ള പണിയാണ്. നമുക്ക് നല്ല പ്രൊഫസേഴ്സിനെ അറിയണ്ടാവില്ല, യൂണിവേഴ്സിറ്റികളൊന്നും അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് എനിക്കൊരു സയന്റിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിലും എനിക്ക് ചിലപ്പോൾ PhD നിർബന്ധമാക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന സമയത്തൊക്കെ PhD എന്ന് പറയുന്ന ഒരു വലിയ ഡോർ നമുക്ക് അവിടെ ഓപ്പൺ ആയി നിൽക്കും. കാരണം അത് ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യണമെങ്കിലും ഇന്ത്യയിൽ ചെയ്യണമെങ്കിലും ഒക്കെ കുറച്ചുകൂടെ ഒരു ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞത് പ്ലേസ്മെന്റിന്റെ ജോബുകളാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് കമ്പനികളിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. പിന്നെ ഈ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളായാലും നമ്മൾ അല്ലാതെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴായാലും അവിടെ IIT എന്ന് പറയുന്ന ടാഗ്, അല്ലെങ്കിൽ ഞാൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് പഠിച്ചത് എന്ന് പറയുന്ന സാധനം കുറച്ചുകൂടി ഒരു ബെനിഫിറ്റ്സ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടെ നമുക്ക് ഇതൊന്നും വേണ്ട, MSc കഴിഞ്ഞിട്ട് BEd എടുത്തൊരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കയറാൻ എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് BEd-നും പോവാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ്. ഫെസിലിറ്റീസും അവൈലബിലിറ്റീസും നമുക്ക് അനുസരിച്ച് മാറും. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസിന്റെ എത്ര ശതമാനം ഇമ്പോർട്ടൻസ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൊടുക്കണം? അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അതായത് ഈ ജാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ജാമിന് മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു ഇയറിലെ ഫെബ്രുവരി മാസത്തിലാണ് ജാം വരിക. ആ ഫെബ്രുവരിയിലെ ജാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് CUET വരാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കേണ്ട ആൾക്കാരാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ വരാനുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഇവിടെ എക്സാമുകൾ എന്ന് പറയുന്നത് ഇപ്പൊ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിലും നല്ല ഷൈൻ ചെയ്യാൻ കഴിയും. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിലെ മാർക്ക്, അഥവാ നമ്മളെ സെമ്മിന്റെ മാർക്ക് എന്ന് പറയുന്നത്
എനിക്ക് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതായിരിക്കും. ഒരു എക്സാമിന്റെ ഒരാഴ്ച മുന്നേ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും അയാൾക്ക് ഒരു 90 എബോ അല്ലെങ്കിൽ 95 എബോ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച്. കാരണം പൊതുവേ എല്ലാവരും എക്സാമിന്റെ തലേന്ന് മാത്രമേ പഠിക്കാറുള്ളൂ. ഒന്ന് എക്സാമിന് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നമ്മൾ CUET-ക്കോ അല്ലെങ്കിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും, ഔട്ട്കം ഉണ്ടാവും. കാരണം നമ്മളിപ്പോ ജാമിന് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിക്കും. ജാമിന്റെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒരിക്കലും വേറെ ടോപ്പിക്കുകളൊന്നല്ല. നമ്മൾ BSc-ക്ക് എന്ത് പഠിക്കുന്നോ ആ ടോപ്പിക്കുകളാണ്. അപ്പൊ അതേ ടോപ്പിക്കുകൾ നമ്മൾ ജാമിന് കുറച്ച് വൃത്തിയായി പഠിച്ചത് കൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് ഉണ്ടാവും. അപ്പൊ എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സിക്സ്ത് സെമ്മിലെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഫിഫ്ത് സെമ്മിന് ശേഷമൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ജാമിന് പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. അപ്പം ഈ ജാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ്, അതായത് ഞാൻ ഇത്ര ഡെയിലി ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് പറഞ്ഞ് കർശനായിട്ട് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന ആളായിരുന്നു. പക്ഷെ ആ ചെയ്തത് കൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. ലാസ്റ്റ് റിസൾട്ട് വന്ന ടൈമിൽ എനിക്ക് ഫിഫ്തിലും സിക്സ്തിലും കെമിസ്ട്രി മാത്രമുള്ള, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു, കോംപ്ലിമെന്ററി ഒന്നും ഇല്ലാതെ കെമിസ്ട്രി മാത്രമാണ് ലാസ്റ്റ് 2 സെമ്മുകളിൽ ഉണ്ടാവുക. അപ്പൊ ഇതേ ടോപ്പിക്കുകൾ ഞാൻ ജാമിനും പഠിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ആയി. ലാസ്റ്റ് സെം റിസൾട്ട് ടോട്ടൽ വന്ന സമയത്ത് ഒരു 97% എന്നൊക്കെ പറയുന്നത് നോർമൽ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പോലെ തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ ജാമിന് പഠിച്ചതുകൊണ്ട് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾ കോളേജിന്റെ കൂടെ തന്നെ എന്ത് കൊണ്ടുപോകാൻ നോക്കുക, ജാമിനെയും കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കോളേജ് ലൈഫും കിട്ടും, ഒരു ന്യൂ അഡ്മിഷൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടും. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. നമുക്ക് എന്താ പറയാ, തിയറികൾ ഇങ്ങനെ വിഴുങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ജസ്റ്റ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ തിങ്ക് കെമിസ്ട്രിയിൽ IIT ജാമിന്റെ ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീക്ക് നമ്മളൊരു 25th ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും IIT-യിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. നമ്മൾ ഇവിടെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾ ഐ തിങ്ക് കെമിസ്ട്രിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2-3 കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ IIT ജാമിന്റെ ലോങ് ടൈം ബാച്ച് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 16 മന്ത് പ്രോഗ്രാമാണ്. ഇപ്പം സഫാന പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫെബ്രുവരി ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു എന്തിലേക്ക് എത്താം, നിങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് ഒരു ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ഇത് കവർ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ കെമിസ്ട്രിയിൽ ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും കോവിഡിന് ശേഷം വന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ +2-ലൊക്കെ നമുക്കറിയാം, ഇപ്പം കോവിഡിന്റെ സമയത്തൊന്നും ക്ലാസ് ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, ലാബ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ബേസിക്സ് നോളജിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം തന്നെ ഫില്ല് ചെയ്യാം. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രിന്റെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് +2 ലെവലിൽ നമ്മൾ എന്താണോ പഠിക്കുന്ന ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. കെമിക്കൽ ബോണ്ടിങ്, ആറ്റം, എല്ലാ ടോപ്പിക്സിന്റെയും നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ CSIR നെറ്റിന്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. സഫാൻ, IIT-കളിലേക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? IIT-കളിൽ ജാം വഴി വരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളൊന്നും ഇല്ല. അതായത് ഗേറ്റ് വഴി വരുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റൈപ്പൻഡുകൾ ഉണ്ട്. നമുക്കല്ല, എഞ്ചിനീയറിംഗിന് ഗേറ്റ് വഴി വരുന്ന ആൾക്കാർക്ക് സ്റ്റൈപ്പൻഡുകൾ ഉണ്ട്. അല്ലെങ്കിൽ PhD-ക്ക് ഗേറ്റ് വഴി വരുന്ന ആൾക്കാർക്കും സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഈ MSc സ്റ്റുഡൻസിന് പൊതുവെ സ്റ്റൈപ്പൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ സ്കോളർഷിപ്പുകൾ ഉള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ സെൻട്രൽ സെക്ടർ കിട്ടുന്ന ആളാണെങ്കിൽ അതേ സ്കോളർഷിപ്പ് ഇവിടെയും അപ്ലൈ ചെയ്യാം. നാട്ടിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിലെയോ അല്ലെങ്കിൽ നോർമൽ സെൻട്രൽ ഗവൺമെന്റോ എന്തെങ്കിലും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം. നോർമൽ കോളേജുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുമോ അതൊക്കെ അപ്ലൈ ചെയ്യാം. അല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയിൽ നമുക്കൊരു സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കോൺടാക്ട് അസ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്നതിന് ഓപ്പൺ ആണ്. ഓക്കെ, താങ്ക് യു സഫാന, ആൻഡ് താങ്ക് യു സ്റ്റുഡൻസ്.